നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, പറയാൻ അഭിമാനമുണ്ട്. ഉള്ളത് വെച്ചപ്പോ അമീർ ഓൾഡ് വിഷ്ണു എന്ന് പറയും. ഇനി അന്തസ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇന്നലെ ഇട്ട ഫോട്ടോയ്ക്കുള്ള ലൈക്കും കമന്റും കണ്ടോ? അമരത്തിന്റെ കൂമ്പ് പൊങ്ങിയിരിക്കുന്നു, അമരത്തിന്റെ ഇത് ഈ തുരയുന്നമാരി കൊള്ളത്തില്ല. എങ്ങനെയുണ്ട് ഐഡിയ? നമുക്ക് പറയാൻ വകുപ്പുണ്ട്. എന്താ ഓൾഡ് വെച്ചപ്പോ അമീറും വിഷ്ണു. അത് ശരിയാ, അത് ശരിയാ. എടോ ഇതെന്തോടെ ഈ വെള്ളം? അമരവും ഇല്ല, കൂമ്പും ഇല്ല. ചുണ്ടൻ വെള്ളം. ചുണ്ടൻ വെള്ളം അല്ലേ? ഇത് എന്തോടോ ഇത്? ഈ വെള്ളം ചുണ്ടൻ വെള്ളം അല്ല മക്കളെ, പിന്നെ ഇതാണ് കെട്ടുവെള്ളം. അതെങ്ങനെ നിനക്കറിയാം? കെട്ടിയണ്ടില്ലേ? ആ ശരി ശരി. എന്തോ പാടോ ഇതൊക്കെ തുറഞ്ഞാൽ നീങ്ങുപോടോ? മോനെ തുറഞ്ഞാൽ നീങ്ങത്തില്ല, ചിലപ്പം തുഴഞ്ഞാൽ നീങ്ങും. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇതെന്താണ്? ഗുരു സിനിമത്തെ ലീലാമപ്പഴം അല്ല, പിന്നെ ഇലമപ്പഴം. എലി എന്തോ പുളി എന്താണെന്ന് അറിയാൻ വയ്യാത്ത ന്യൂ ജനറേഷൻ ആണ്. കളിയാക്കൊന്നും വേണ്ടോ? ഞങ്ങൾ ഇയാളെ വിമർശിക്കും, ഈ വള്ളത്തെ എന്നാ ഒരു കാര്യം ചെയ്യും, മക്കൾ ഈ വള്ളം തുഴഞ്ഞു കാണിക്കും. തുഴയാമല്ലോ. വേണ്ടേ? ഞാൻ വള്ളം തുറഞ്ഞില്ലെങ്കിൽ എന്റെ ഇവന്റെ താടി അത് പഠിച്ചു കളയും. എന്റെ താടി എന്ത് പഠിച്ചു? അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്ത വല്ലതും ഉണ്ടോടാ? പട്ടിയെ പോലെ പണിയെടുക്കുക, രാജാവിനെ പോലെ ജീവിക്കുക. കാണിച്ചോ, കാണിച്ചു കേട്ടോ. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പുറത്തൊരു കോച്ചുണ്ട്, അങ്ങേർക്ക് ചില്ലറ കൊടുത്തു കഴിഞ്ഞാലേ അങ്ങനെ വിടും. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എടാ കോച്ചിന്റെ വീട് ഇതാടാ. ലോണ്ടൊരു വിളിക്കുന്ന അടുത്ത് കൂടുതൽ വയ്യ. കോച്ചുണ്ടോ അകത്ത്? കോച്ചുണ്ടോ? കോച്ച്? ഏത് കോച്ച്? ഈ വള്ളം തുറയുന്ന കോച്ച് പഠിപ്പിക്കുന്നേ. എന്തിനാ? അദ്ദേഹത്തോട് പറഞ്ഞോളാം, എന്നോട് പറയേണ്ട കാര്യമില്ല. പിടുത്തക്കാരനൊക്കെ ആരുടെ? എന്നെ വിളിച്ചോണ്ടോ കോച്ചിനെ? ഞങ്ങൾ കോച്ചിനോടെ പറയത്തുള്ളൂ കാര്യം. മീൻ വളത്തുകാരൻ അങ്ങനെ പറഞ്ഞു ഇവിടെ അങ്ങ് നിൽക്കുക. കോച്ചിന്റെ വലിയതൊന്നും അല്ലല്ലോ. വിഷ്ണു എന്താ പാടാ ഇതേ? വല്ലതൊക്കെ കഴിച്ച് ഇത്രയും വണ്ണമൊക്കെ വെക്കണം, മനസ്സിലായോ? എങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. എന്റെ താടി നിന്റെ കൈ തന്നെ. ഞാൻ തുറയോടാ, ഈ വണ്ണം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. വരും ഇപ്പൊ വരും. Got this life so sublime, gotta make it shine. പറഞ്ഞു, ഞാനാ കോച്ച്. ഓക്കെ, ഒരു നിമിഷം. 1 ശരിക്കും കോച്ച് കേട്ടോ. ക്ഷമിക്കണം, അബദ്ധം പറ്റിയതാ. സാറിനെ കൊണ്ടൊരു ഉപകാരം വേണമായിരുന്നു. എന്താണ് മക്കളെ? ഞങ്ങൾക്ക് തുരച്ചിലൊന്ന് പഠിക്കുന്നത്. കുറച്ച് പൈസ ചെലവാകും. എത്ര വേണമെങ്കിലും തരാം, ഒന്ന് പഠിപ്പിച്ചു തരൂ. കുറച്ച് ബുദ്ധിമുട്ടണം, ശാരീരിക ക്ഷമതയൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ സാറേ എങ്ങനെയായാലും 2 ദിവസം ഞാൻ പഠിപ്പിച്ചു തരണം. 2 ദിവസം കൊണ്ടോ? ഇവന്മാരെ പൊട്ടന്മാരാണ് തോന്നുന്നത്. 2 ദിവസം കൊണ്ട് നമുക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. എന്നാ ശരി, കുറച്ച് ബുദ്ധിമുട്ടുണ്ടേക്ക് വരും കേട്ടോ. ഇതൊക്കെ അങ്ങ് ഇളക്കും കേട്ടോ. കേട്ടോ, കുളത്തിലോട്ട് പോകുമ്പോ എങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ട് ഇവിടെ കൊണ്ടുപോയി വാഴ മൊത്തം ഫോറസ്റ്റ് ആണ്ട്ര മറ്റേ വഴി, നമ്മള് വന്ന വഴി അവിടെ അല്ലേ മറ്റേ വള്ളം കണ്ടേ? ഇവിടെ ആണല്ലേ. ഇവിടെ കൊണ്ട് വഴി തീർന്നു തോന്നുന്നു. ഇതെല്ലാം കാട്ടു വഴികളാന്ന് തോന്നട്ടോ. ഇങ്ങേര് നമ്മുടെ വള്ളംകളി പഠിപ്പിക്കാൻ കൊണ്ടുപോകണോ അതോ ഭീകരം വല്ലതാണോ? ഒരു ഭീകര അന്തരീക്ഷം. അതൊക്കെ വട്ടയോ ചേരയോ വല്ല കക്ക വരാൻ പോകുന്ന പോലെ ഉണ്ട്. റേഷൻ കടയിൽ പോവാത്ത നമ്മളാ കക്ക വായിക്കും. വെള്ളം വള്ളത്തിൽ ഇപ്പൊ കേറാൻ പറ്റില്ല, കുറച്ച് പരിപാടി. പ്രാർത്ഥനയായിരിക്കും, പ്രാർത്ഥന. വ്യായാമവും കുറച്ച് പുഷപ്പ് ഒക്കെ ചെയ്യണം. നിങ്ങൾ ഇത് ചെയ്യണം. എന്ത് ചെയ്യും? 1 ഫോൺ വെച്ചോട്ടെ. 2 3 4 ഓക്കെ എന്നാ റെഡി സ്റ്റാർട്ട്. ഇതൊക്കെ സിമ്പിള് കണ്ടോ. 1 2 നക്ഷത്രം അല്ലെ കൂടെ. അമീറേ ആശാനെ അവൻ പോയി എങ്കിലും ഞാൻ ഒറ്റക്ക് തുരയും. അതിന്റെ കോൺഫിഡൻസാ. എടാ നീ ഒറ്റക്ക് തെറിഞ്ഞോ? അവിടത്തല്ലേ തറയേണ്ടത് നീ? എടാ നീ എങ്ങനെയാ താരം വീണ്? ഞാൻ കാണിച്ചു തരാം. ആശാനെ ഈ കളി വേണ്ട, കേരള നോക്ക്. ഓക്കെ, നമുക്ക് സ്കോട്ട് ചെയ്യാം. ഇങ്ങനെ 1 2
എന്താ വാടാ വല്ലപ്പോഴൊക്കെ പറമ്പിൽ പോയി കക്കൂസി പോണം. യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നുണ്ടോ ഇതിനൊക്കെ പറ്റുന്നത്? രണ്ടെണ്ണം പറയാൻ പറ്റിയത് പൊങ്ങുന്നില്ല. എടാ അധികം മുക്കല്ലേ, പുറകെ കൂടെ പോവും. പക്ഷെ അത് രണ്ട് പൊങ്ങുന്നില്ല. 2 അല്ല 3 അല്ല, പുറകെ കൂടെ പോകാൻ നോക്കി വേണം കേട്ടോ. പറ്റുന്നില്ല ആശാനെ. എന്നാ ശരി, എന്നാ എഴുതേല് പുഷപ്പിലേക്ക് കിടക്കാം. ആശാനെ ത്വരത്തില് പഠിക്കാം ആശാൻ. ആദ്യം പുഷപ്പ്, അത് കഴിഞ്ഞ് തുഴച്ചില്. നടു മെനക്കെടാതൊന്നും നടക്കത്തില്ല മോനെ. വെള്ളം കുടിച്ചിട്ട് വരട്ടെ. വെള്ളമൊക്കെ പിന്നെ കുടിക്കാം, എല്ലാം കഴിഞ്ഞിട്ട് എന്നാ പുഷപ്പിന് വേണ്ടി കിടന്നിട്ട്. ഇവിടെ കിടക്കാമല്ലേ? ആ കിട, അവിടെ കിട. നല്ല കാറ്റ്, ഇവിടെ കിടക്കാം. ഇത് കൊള്ളാടാ, ഇത് നല്ല സുഖമുള്ള പരിപാടി. നിന്റെ മുഖം മട്ടത്തിൽ കണ്ണടാ. ഓടാ അവിടുന്ന്. എന്താ സുഖം ഇവിടെ കിടക്കാൻ. ഇതാണോ പുഷപ്പ്? ഇതാ നല്ല സുഖമുള്ള പരിപാടിയാണ്. ഇങ്ങനെ കൊണ്ട് വലിയ ശല്യമാണ്. പുഷപ്പ് അടിക്കാൻ കിടക്കുന്നത് ഇതൊക്കെ സിമ്പിൾ. ഇതെന്താ പുഴു മരത്തെ കയറുന്നു? എന്താ കാണിക്കുന്നത്? അയ്യോ മതി മതി, ഇതിന്റെ പുഴുവടിക്കൊക്കെ ബാ ബാ ബാ, മതി മതി ബാ. ഇതാണ് തുഴ. ഇതായിരുന്നല്ലോ തോര. അടിപൊളി. തുഴ കാണാത്തവന്മാരെ, ഇത് തുഴയല്ല, ഇത് കമ്പ. അതേ കയറി തുഴക്കില് പഠിച്ചിട്ട് തുഴ തരാം കേട്ടോ. പഠിച്ചിട്ട് ഇറങ്ങുള്ളൂ. ആശാനെ ഞങ്ങൾ റെഡി. നിങ്ങൾക്ക് നീന്തറിയാം അവിടെ? പിന്നെ ഫ്രീ സ്റ്റൈൽ അറിയാം, ബട്ടർഫ്ലൈ അറിയാം. ബട്ടർഫ്ലൈയോ? പൂമ്പച്ച. ബട്ടർഫ്ലൈ ഇവിടെ ഞാൻ അറിയാതെ ചോദിച്ചു പോയടാ മക്കളെ. ഇവിടെ വെള്ളം കുറവാ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നീന്തൽ അറിയാമോന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ. എനിക്കറിയാം. ഇതൊക്കെ എത്ര വെള്ളം കണ്ടയാ, എത്ര വെള്ളം കണ്ടയാ. 2 കരമൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾ വള്ളവും കണ്ടിട്ടില്ല വെള്ളവും കണ്ടിട്ടില്ല. തുഴയോടെ വെച്ചിട്ടേ രണ്ടുപേരുടെ ഐശ്വര്യമായിട്ട് വള്ളത്തെ കേട്ട വെള്ളം ഒന്ന് കോരിക്കള. വീട്ടുജോലിക്കാണോടാ മല വിളിച്ചേ? എന്ത് വെച്ച് കോരു ആശാനെ? വള്ളത്തെ ബക്കറ്റ് കിടപ്പുണ്ട് കണ്ടോ, അത് കോരും. കൈ പിന്നടാ. അറിയത്തില്ല. ചെരുപ്പിടോ വള്ളത്തെ കയറുന്നേ. എന്നാ ക്ഷമിക്കാശാൻ, ഇപ്പൊ വരാം. ഞാൻ ചെരുപ്പ് പോയായിരുന്നു. അത് നോക്കി പെരുക്കെ പോറാ, കുലുങ്ങുന്നടാ. ആശാനെ എങ്ങോട്ടാ ഒഴിക്കണ്ടേ? എന്നെ നെഞ്ചത്തോട്ടം ഒഴിക്കടാ. അത് മോശമല്ലേ ആശാനെ? എടാ ഞാൻ എന്തോ നിന്നോട് പറഞ്ഞ എന്തുവാ? വള്ളത്തേലെ കിടക്കുന്ന വെള്ളം വെള്ളത്തിലോട്ട് ഒഴിക്കാനാ പറഞ്ഞത്. അതെ അയച്ചു. വാടാ, താടി പോകണ്ടെങ്കി വാടാ. കുറച്ച് എന്താ പരിപാടി? കുറച്ച് വെള്ളത്തില് വെള്ളം കളയാൻ ആശാൻ പറഞ്ഞു. ആശാനാ വെള്ളം കൊലച്ചില് പഠിപ്പിക്കാൻ വന്നേ. വെള്ളം ശിഷ്യന്മാരും കൊള്ളാം. എന്തായാലും കോരല്ലേ, നന്നായിട്ട് കോരിക്കും. ഞങ്ങളെ പഠിപ്പിക്കണേ. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങള് പഠിക്കും. നീ ആയിക്കോട്ടെ. മതി 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 മതി, നിക്കട്ടെ. പിടിക്കണോ? അതെ, ആ കമ്പിങ് എടുത്തന്നെ. കമ്പ് വേണ്ട, ഇത് അത് തന്നെ ഞങ്ങളുടെ തൊലയാ. ഇങ്ങടുത്താ ഇങ്ങനെ തുഴയെടുത്ത് മടി വെച്ചേ, തുഴയെടുത്ത് വെള്ളത്തിലിട്. ഇനി എന്നാ കൈ കൊണ്ട് തുഴയോളാം നിങ്ങളൊക്കെ. ആശാൻ തൊല വെള്ളത്തിൽ ഇടാൻ പറഞ്ഞ ഞങ്ങൾ ഇടും, ചാടാൻ പറഞ്ഞ ചാടും. അത് കമ്പായിട്ട് പൊങ്ങി കിടക്കുന്നു. തുഴയാണെ താന്നു പോയനമായിരുന്നു. അങ്ങനെയുണ്ടല്ലേ? തുഴച്ചല്ലേ, തുഴയെടുത്ത് വെള്ളത്തിടുവാന്ന് പറഞ്ഞാലേ തുഴയെടുത്ത് വെള്ളത്തിൽ കുത്തുവാന്നാ, അല്ല വലിച്ചെറിയാനല്ല പറഞ്ഞേക്കുന്നത്. അടുത്തത് ഹോൾഡിംഗ് പൊസിഷൻ. തുഴയുടെ മണ്ടയ്ക്ക് കൈ വെക്കുക. അതുപോലെ താഴോട്ട് താത്ത് അതേ കണ്ടീഷനിൽ ഇരിക്കുക. മുന്നോട്ട് നീക്കി പിടിച്ച് മുന്നോട്ട് ഇങ്ങനെ വെള്ളത്തോട്ട് താക്ക് ചോടത്താട്ട് മുന്നോട്ട് അങ്ങനെ വലിഞ്ഞ് നിൽക്കട്ടെ, വലിഞ്ഞ്. രണ്ടുപേരും തുഴ പൊക്കിയിട്ട് അതിന്റെ അറ്റം വെള്ളത്തിൽ മുട്ടി നിൽക്കട്ടെ. ഇച്ചിരി പൊക്കിക്കേ, മുട്ടിച്ചോ താട്ട്. അങ്ങനെ നിൽക്കട്ടെ. ഹലോ എടാ, ഞാൻ രണ്ടുപേരെ തുഴച്ചിൽ പഠിപ്പിക്കോളാ. ഈ രണ്ടും പൊട്ടന്മാരാ. ഇച്ചിരി കഴിഞ്ഞ് വിളിക്കടാ, ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ.
എന്റെ നെഞ്ചത്തോട്ടൊക്കെ എഴുതി പിടിപ്പിക്കടാ. എനിക്ക് വയ്യ ആശാനെ. എന്നാ ശരി, എന്നാ നിർത്താം. എന്നാ വാ ഇറങ്ങ, രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. ആശാനെ ഉം. ഈ ഫേസ്ബുക്കിലെ ഉം. എഴുതി പിടിപ്പിക്കുന്ന കൂട്ട് അത്ര എളുപ്പമല്ല ആശാനെ. ഈ വള്ളം തുരച്ചില് കുറെ എഴുതി പിടിപ്പിച്ച് ഫേസ്ബുക്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ. എന്താണ് നിങ്ങളുടെ ഫേസ്ബുക്കിലെ പേര്? ഓൺലൈൻ ചച്ചന്മാര്. അടാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. വെള്ളം ഏതാന്ന് അറിയാൻ പറ്റും നീയൊക്കെയാണടാ വള്ളംകളിയെ പറ്റി പറയാൻ നടക്കുന്നത്. ആശാനെ ക്ഷമിക്കണം, ഇത്ര പാടാന്ന് അറിഞ്ഞില്ല. ഫേസ്ബുക്കിൽ ഇരുന്ന് കുറിക്കുമ്പോ എന്ത് സുഖാ. ക്ഷമിക്കണം ആശാനെ, ക്ഷമിക്കണം. എന്താ വിഷമിച്ചിരിക്കുന്നേ? ഇതൊക്കെ സമാനം എന്നെ താടി പോകുമ്പോ അഭിനയം കളിച്ചു. മക്കളെ ഞങ്ങള് വെട്ടിക്കോളാം. അതൊന്നും വേണ്ട. ഇപ്പൊ തുഴഞ്ഞപ്പോഴത്തേനും നിങ്ങക്ക് മനസ്സിലായല്ലോ. ഓരോ സീസണിലും ഈ വള്ളംകളിക്കാര് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ്, എന്തുമാത്രം കഷ്ടപ്പെട്ടവരാണ് ഈ തുഴയാൻ പോകുന്നത് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് കുത്തിയിരുന്ന് അങ്ങ് കുറച്ച് വിട്ടാൽ മതി. ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായോ? വിഷമിക്കണ്ട മക്കളെ. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനും പണ്ട് ഭയങ്കര തള്ളായിരുന്നു. ചാക്കടയിലൊക്കെ പോയിരുന്ന വള്ളം അങ്ങനെ പോകും, വള്ളം ഇങ്ങനെ പോകുന്നൊക്കെ. പക്ഷെ എന്നെ പഠിപ്പിച്ച ഒരാളുണ്ട്. അതാ നിൽക്കുന്ന എന്റെ ഈ ആശാനാണ് എന്നെ തുഴച്ചിൽ പഠിപ്പിച്ചത്. ഇദ്ദേഹമാണ് എന്റെ ആശാൻ. ആശാനെ ക്ഷമിക്കണം, ഞങ്ങൾ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. ഒരുപാട് പറഞ്ഞോളൂ ഞങ്ങള്. ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ആശാനെ ഞങ്ങൾ വെള്ളം. കുഴപ്പമില്ല. എല്ലാം അറിഞ്ഞു ചെയ്യണം, അറിയാതൊന്നും ചെയ്യരുത്. ഇല്ല ആശാൻ, ഇനി ഫേസ്ബുക്കിൽ ഒന്നും എഴുതത്തില്ല. വലിയ കഷ്ടപ്പാടാ ആൾക്കാർ. അല്ല എഴുതിക്ക് കുഴപ്പമില്ല, പക്ഷെ പഠിച്ചിട്ട് എഴുത്. ശരിയാണ്. നമ്മൾ AC റൂമിനകത്തൊക്കെ ഇരുന്ന് ഓരോന്ന് ടൈപ്പ് ചെയ്യും, ഗാലറി ഇരുന്ന് കൂവും അല്ലേ, എന്തെല്ലാം ചെയ്യും. ഇത്ര കഷ്ടപ്പാട് മനസ്സിലാക്കിയല്ലോ. ഓക്കെ പോട്ടെ ആശാനെ. സോറി, ഫേസ്ബുക്ക് ഹാൻഡിലേക്ക് പോവാം.